ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് നമുക്ക് റെസിഡൻഷ്യലിനേക്കാൾ കൂടുതൽ ലാഭകരമായിട്ട് കൊമേഴ്ഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 6 to 10 വൈകിട്ട് 6 to 10 വരെ അവിടുത്തെ താരിഫ് വേറെ ചാർജ് ആവും. അപ്പം നമുക്ക് നോർമലി 6 രൂപ എന്നുള്ളത് 11 രൂപ ആ താരിഫിലേക്ക് മാറുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. കാരണം രാവിലെ നമുക്കൊരു ഷോപ്പുണ്ട്, അത് രാവിലെ 10 to വൈകിട്ട് 10 വരെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ 10 to വൈകിട്ട് 5 വരെ നമ്മൾ അതിൻ്റെ ലോഡുകളെല്ലാം സോളാർ ഓൺ ഗ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഈ സെയിം സമയത്ത് തന്നെ നമ്മുടെ ബാറ്ററീസ് ചാർജ് ചെയ്ത് അത് സ്റ്റോർ ആയിട്ട് നിർത്തും. അത് കഴിഞ്ഞ് 6 to 10 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നായിരിക്കും ഈ സിസ്റ്റം ഫുള്ള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ സ്റ്റോർ ചെയ്ത സോളാർ എനർജി നമുക്ക് വൈകിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭീമമായ ഒരു തുക നമുക്ക് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും. നന്നായിട്ട് ഡിസൈൻ ചെയ്താൽ ഒരു 3 വർഷം കൊണ്ട് നമുക്കൊരു പേ ബാക്ക് പീരീഡ് കിട്ടും. നമ്മൾ മുടക്കിയ പൈസ ഫുള്ള് 3 വർഷം കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു ഇതിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. റീസെൻ്റായിട്ട് 2 വലിയ പ്രോജക്ട്സ് 500 കിലോവാട്ടിൻ്റെ 2 സിസ്റ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ പീക്ക് ഷേവിംഗ് ആൻഡ് പീക്ക് ഷിഫ്റ്റിംഗ് അൽഗോരിതം എന്ന് പറയും. ഈ 2 അൽഗോരിതത്തിലാണ് ചെയ്തേക്കുന്നത്. ഒന്ന് നമ്മുടെ ഡ്യൂട്ടൺ LED അവരുടെ പുതിയ പ്ലാന്റ് കാക്കനാട് കിൻഫ്രയിലുള്ള പ്ലാന്റും, രണ്ടാമത്തെ ബോസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ നെല്ലാട് കിൻഫ്രയിലുള്ള ഒരു പ്ലാന്റുമാണ് ചെയ്തത്. അത് കംപ്ലീറ്റ്ലി KCBനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഈ 2 പ്ലാന്റും പോണേ. ബോസ് നാച്ചുറൽസിൻ്റെ പ്ലാന്റിൽ KCB കണക്ഷനേ ഇല്ല. ഫുള്ളി സോളാർ ആൻഡ് ബാറ്ററി സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ സിസ്റ്റംസ് റൺ ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻസി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺസ് നമ്മൾ ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഭീമമായ ഒരു കോസ്റ്റ് വരും. പിന്നെ ഒത്തിരി സമയവും വരും. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹൈബ്രിഡ് ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ കൊണ്ടുവന്ന് പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റംസ് ആണ്. നമുക്കൊരു 2 ദിവസം കൊണ്ട് ഫാക്ടറിയിൽ അസംബിൾ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ലോഡ് ചെയ്ത് ഇറക്കി ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്ന സിസ്റ്റംസ് ആണ്.